പ്രേക്ഷകർക്കും RJS വ്ലോഗ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ രീതിയിലുള്ള ഒരു കൊഞ്ചു തീയലാണ്, അതായത് വറുത്തരച്ച കൊഞ്ചു തീയൽ. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ: 1/2 കിലോ കൊഞ്ച്, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, 1 കപ്പ് തക്കാളി, 3/4 കപ്പ് ചെറിയ ഉള്ളി, പിന്നെ അതിന് ചേർക്കാവുന്ന കൂട്ട് എന്തൊക്കെയാണെന്നാൽ 1/2 മുറി തേങ്ങ, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, 4 ചിരി വെളുത്തുള്ളി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 10 ഉടക്ക വറ്റൽമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊക്കെയാണ് ഇതിൽ ചേർക്കുന്ന കൂട്ടുകൾ. ഇനി അതിൽ ചേർക്കാനുള്ള 3 പച്ചമുളക്, അതിൽ കടുവറുത്ത് ചേർക്കാനുള്ള 2 വറ്റൽമുളക്, കറിവേപ്പില, കടുക്. ഇത്രയുമാണ് ഇതിന്റെ കൂട്ടുകൾ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് ഈ ചട്ടിയിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കൊഞ്ചതിൽ കോരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പടവലങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉപ്പും മറ്റുള്ള സാധനങ്ങളും കൂട്ടുകളും അതിൽ ചേർക്കും. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. അതായത് 1 സ്പൂൺ ഉപ്പ്, അര കരക്കാൻ എടുത്തത് 1 സ്പൂണാണ്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കൂട്ടെല്ലാം കൂടെ കലക്കാം. എന്നിട്ട് ഇതിലോട്ട് പകർന്നു കൊടുക്കാം. അപ്പോൾ ഇതിന്റെ എല്ലാ കൂട്ടും കഷ്ണങ്ങളും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് സമയം കൂടെ ഇതിനെ നല്ലവണ്ണം വേവിച്ച് ഇതിന്റെ രുചി വരുത്തണം. അതിനുശേഷം നമുക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വേകട്ടെ. ചെറിയ തീയിൽ വെച്ച് വേവിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ തീയായ ഇത് പൊങ്ങിച്ചൊരിയും. തീയിൽ വെച്ച് മാത്രമേ ഇത് തിളച്ച് പറ്റിക്കൂ. ഇനി നമുക്ക് ഇത് കടുക് താളിക്കാനായിട്ട് അതായത് 2 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരളവിന് സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ കറിവേപ്പില
അപ്പോൾ കടുക് വറുത്ത് നമുക്കിതിൽ ഒഴിക്കാം. എണ്ണ താളിച്ചൊഴിക്കണം. അതിനുശേഷം നമുക്കിത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ, പഴയ കാലത്തുള്ള കൊഞ്ച് തീയൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഇതിന്റെ രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്യണം. എന്നിട്ട് ഇതിന്റെ രുചി എന്നെ കമന്റിലൂടെ അറിയിക്കണം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത കാലത്ത് തന്നെ കണ്ടുമുട്ടാം.